പുതുപറമ്പത്ത് ഗാർഡൻസിലേക്ക് സ്വാഗതം. നമ്മുടെ കടലാസ് പൂ എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ബൊഗൈൻവില്ല പണ്ടിത് വെറും വേലിച്ചെടിയായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത്. കാരണം കൂർത്ത മുള്ളും ഒക്കെ ഉള്ളതിനാൽ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഒരുപാട് ഒഴിച്ച് വേലിക്കരികിലും മറ്റും ആണ് മുമ്പ് നട്ടിരുന്നത്. എന്നാൽ കാലം മാറി. ഇന്ന് ഹൈബ്രിഡ് ബൊഗൈൻവില്ലകളുടെ വിവിധ ഇനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ. അപ്പം അക്കൂട്ടത്തിൽ ഞങ്ങളുടെ കളക്ഷനിൽ ഉള്ള ഏതാനും ചെടികളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബൊഗൈൻവില്ലയുടെ സീസൺ ഈ വർഷത്തെ ഏകദേശം അവസാനിക്കുകയാണ്. പൂക്കളൊക്കെ കൊഴിഞ്ഞു, പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് മഴ. ഇതൊക്കെ ഈ ബൊഗൈൻവില്ലയ്ക്ക് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് മഴ പെയ്താൽ പൂക്കളൊക്കെ കൊഴിയും. നല്ല കടുത്ത വെയില് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ അതിൻ്റെ ഏതാനും ബൊഗൈൻവില്ലകളുടെ വിദേശ ഇനം ഹൈബ്രിഡ് ബൊഗൈൻവില്ലകളുടെ ചില മദർ പ്ലാന്റ്സ് ആണ് ഈ കാണിക്കുന്നത്. ഇതിൽ നിന്ന് കമ്പുകൾ വെട്ടി കുത്തിയും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തും ലെയർ ചെയ്തും ഒക്കെയാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. അപ്പം അക്കൂട്ടത്തിൽ ഇത് ക്രിസ്റ്റീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബൊഗൈൻവില്ലയുടെ മദർ പ്ലാന്റ് ആണിത്. ഞങ്ങൾ ഇതിന്നാണ് കട്ടിങ്സ് എടുക്കാറുള്ളത്. പൂക്കള് കുറേയൊക്കെ കൊഴിഞ്ഞു, കുറേയൊക്കെ വാടി അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുപോലെ തന്നെ ചോക്കോ ബ്രൗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചോക്കോ യെല്ലോ ഉണ്ട്, ചോക്കോ റെഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ചോക്കോ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ബൊഗൈൻവില്ലയുടെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അതുപോലെ ടാങ്ലോങ് എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു ബൊഗൈൻവില്ലയാണ് ഇത് ടാങ്ലോങ് പീച്ച് ആണ്. ഇതിൻ്റെ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഒക്കെ ഉണ്ട്. പല കളറുകളും ഉണ്ട്. അത് ഞങ്ങളുടെ അടുത്ത് വേറെ കളക്ഷൻ ഉണ്ട്. ഇത് ടാങ്ലോങ് പീച്ചാണ്. ഈ ചെടി ബ്രസ പർപ്പിൾ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിപ്പോ കാണുന്നത് കാര്യമല്ല, പൂക്കളൊക്കെ കൊഴിഞ്ഞിരിക്കുകയാണ്. ഇല കാണാത്ത തരത്തിൽ ഫുള്ളായിട്ട് വളരെ ഭംഗിയായി നിൽക്കുന്ന പൂക്കൾ മാത്രം ആയിരിക്കും ചെടിയിലുണ്ടായിരിക്കുക. അങ്ങനെ ഇതിൻ്റെ ബ്രസ പീച്ചാണിത്. ബ്രസ പിങ്ക് ഉണ്ട്, ബ്രസ റെഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഇതാണ് റെഡ് സെപ്റ്റംബർ. ഇതിലും പൂക്കൾ കൊഴിഞ്ഞിരിക്കുന്നു. നന്നായി പൂക്കൾ ഉണ്ടാവും. പിന്നെ വ്യത്യസ്ത ഒരു തരം എന്താണത് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു പ്രത്യേക രീതിയിൽ പല കളറുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുക. റെഡ് സെപ്റ്റംബർ, വയലറ്റ് സെപ്റ്റംബർ ഉണ്ട്, പിങ്ക് സെപ്റ്റംബർ ഉണ്ട്, ഓറഞ്ച് സെപ്റ്റംബർ ഉണ്ട്. ഇതൊക്കെ വേറെ ഉണ്ട്. ഇതിൻ്റെ ചെടികൾ ഞങ്ങളുടെ കൈവശം ഉണ്ട്. ഇത് ചില്ലി റെഡാണ്. ചില്ലി വിഭാഗത്തിലും ഇതുപോലെ ഒരുപാട് കളറുകളിൽ ചെടികളുണ്ട്. ചില്ലി യെല്ലോ, ചില്ലി ഐസ്ക്രീം, ചില്ലി വൈറ്റ്, ചില്ലി പിങ്ക്, ചില്ലി ഓറഞ്ച് എന്ന് പറഞ്ഞ അക്കൂട്ടത്തിൽ ഇത് ചില്ലി റെഡാണ്. ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്ന ഒന്നുകൂടി കടുത്ത കളറാവും. ഇതിന്റെ കളർ ഇങ്ങനെ ഇരിക്കാൻ കാരണം ഇത് ഒന്നാമത് വേണ്ടത്ര വെയിൽ കിട്ടാത്ത സ്ഥലമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പൂക്കളൊക്കെ കൊഴിഞ്ഞു, മഴ പെയ്തു,
അതുകൊണ്ടൊക്കെയാണ് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നത്.